ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു, കിംസ് അവിറ്റസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിനോടനുബന്ധിച്ച് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിന് നമ്മൾ ഇത്രയും പ്രാധാന്യം നൽകുന്നത്? അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണങ്ങൾ ബ്രസ്റ്റ് ഫീഡിംഗ് മൂലം കിട്ടുന്നുണ്ട്. കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിന് ഭാവിയിൽ അമിതവണ്ണം വരാതിരിക്കാനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ആസ്മ, ടൈപ്പ് 2 ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനും മുലയൂട്ടൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുഞ്ഞിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ടും മുലയൂട്ടൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കും ഇതുപോലെ തന്നെ വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. അമ്മമാരിലും മുലയൂട്ടൽ ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. അമ്മമാർക്ക് ഭാവിയിലുള്ള അമിതവണ്ണം തടയാനും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, അമ്മമാരിൽ ടൈപ്പ് 2 ഡയബറ്റീസ് വരാതിരിക്കാനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഓസ്റ്റിയോപോറോസിസ് പോലുള്ള രോഗങ്ങൾ തടയാനും മുലയൂട്ടൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എപ്പോഴാണ് മുലയൂട്ടൽ തുടങ്ങേണ്ടത്? കുഞ്ഞ് ജനിച്ച് ആദ്യ 1 മണിക്കൂറിനകത്ത് തന്നെ മുലയൂട്ടൽ തുടങ്ങേണ്ടതാണ്. അത് കുഞ്ഞിന്റെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നോർമലായി നിലനിർത്താനും അതുപോലെ തന്നെ അമ്മയുടെ ഗർഭപാത്രം പെട്ടെന്ന് ചുരുങ്ങാനും സഹായിക്കുന്നതാണ്. ആദ്യത്തെ പാല് നല്ല കട്ടിയുള്ള മഞ്ഞ പാലാണ് വരുന്നുണ്ടാവുക. അതിനെ നമ്മൾ കൊളസ്ട്രം എന്ന് പറയും. കുഞ്ഞിന്റെ ആദ്യ വാക്സിനേഷൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കുഞ്ഞിന് ആവശ്യമായ പ്രതിരോധ ഘടകങ്ങൾ ഈ കൊളസ്ട്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രം ഒരിക്കലും നമ്മൾ കളയാൻ പാടില്ല. കുഞ്ഞിന് പാൽ നൽകുമ്പോൾ ഒരു ബ്രസ്റ്റ് പൂർണ്ണമായും നൽകിയ ശേഷം മാത്രമേ അടുത്ത ബ്രസ്റ്റ് നൽകാൻ പാടുള്ളൂ. ഇങ്ങനെ പറയുന്നതിന്റെ കാരണം, ആദ്യമായി വരുന്ന പാല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കട്ടി കുറഞ്ഞ വെള്ളം കൂടിയ പാലായിരിക്കും. അതിനെ ഫോർമിൽക്ക് എന്നാണ് പറയുന്നത്. അത് കുഞ്ഞിന്റെ ദാഹം ശമിപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതിലുള്ള ഊർജത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. അതേസമയം ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ അവസാനത്തോട്ട് വരുന്ന കട്ടിയുള്ള ഫാറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള പാലാണ് ഹൈൻഡ് മിൽക്ക് എന്ന് പറയുന്നത്. അതാണ് കുഞ്ഞിയുടെ വിശപ്പകറ്റാനും അതുപോലെ തന്നെ തൂക്കം കൂട്ടാനും എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റ് കുട്ടിക്ക് ലഭിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും.